ഇനി കുറച്ച് നന്മയാകാം. നമ്മൾ ഐസ്ക്രീം മേടിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ കുറേ പാവപ്പെട്ട പിള്ളേർ വന്നു. അവർക്ക് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തപ്പോൾ അവരുടെ മുഖത്തെ സന്തോഷം എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇത് മതി എനിക്ക്. അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഭജനമഠത്തിൽ കാവടി കാണാൻ പോയി. നമ്മുടെ ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരുമായിട്ടാണ് കാവടി കാണാൻ പോയത്. എല്ലാ വർഷവും പോകുന്നതാണ്. അവിടെ ചെന്നപ്പോൾ നമ്മളെ ക്ഷണിച്ച സയനാക്ക അവിടെ ഉണ്ടായിരുന്നു. എല്ലാ പ്രാവശ്യത്തെയും പോലെ നല്ല തിരക്കുണ്ടായിരുന്നു ഭജനമഠത്തിൽ. എന്റെ സ്കൂൾ കാലഘട്ടത്തിൽ ഭജനമഠത്തിൽ കാവടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പിള്ളേർ കാണത്തില്ല, എല്ലാ പിള്ളേരും കാവടി സ്ഥലത്ത് കാണും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചെന്നപ്പോൾ കുറെ ഫ്രണ്ട്സിനെയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ചെന്നപ്പോൾ ദേണ്ട നിൽക്കുന്നത് നമ്മുടെ മുത്ത് എന്ന് പറഞ്ഞാൽ ആകാശ് മുത്ത്. ജ്യോതിഷരത്നം ബ്രഹ്മശ്രീ ബിജു ബ്രാഹ്മണൻ. കുറച്ച് ചോറിട്ടെ വേണ്ട, ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന്. ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? അരുണിനെ കണ്ടു, ഉണ്ണിക്കുട്ടനെ കണ്ടു, സാന്ദ്ര. നമ്മള് PVC എന്നാണ് അവളെ വിളിക്കുന്നത്. പിന്നെ ഉച്ച ആയതോടെ നമ്മള് അമ്പലത്തിൽ പോയ അന്നദാനം കഴിക്കണം. നമ്മൾ അന്നദാനത്തിന് വേണ്ടി ക്യൂ നിന്നു. അങ്ങനെ സാമ്പാർ കൂട്ടി ഒരു പിടി പിടിക്കാൻ പോയി. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചുറ്റും നോക്കത്തില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ മുരുകനെ കണ്ടൊന്ന് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും നല്ലതുമായിട്ട് എന്ന് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി അവിടെ എന്നാ തല്ലുകൂട്ടൊന്നും നമുക്ക് മനസ്സിലായി. നമ്മൾ പിന്നെ ഒന്നും നോക്കില്ല, അവിടെ നിന്ന് ഇറങ്ങിയാൽ പോയി. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ ടാറ്റാ, ബൈ ബൈ.